നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതുവരെ കിരീടം ചൂടിയിട്ടില്ലെങ്കിലും ഗോൾഡൻ ബൂട്ടുകൾ സ്ഥിരമായിട്ട് വാങ്ങാറുള്ളതാണ്. പക്ഷെ ഇത്തവണ ഗോൾഡൻ ബൂട്ടിൻ്റെ കാര്യത്തിൽ ആശങ്കകളുണ്ട്. സേഫ് അല്ല. അത് ഇപ്പോൾ സൗദി പ്രോ ലീഗിലെ ടോപ്പ് സ്കോറർ അല്ല. അപ്പോൾ ജാവോ ഫെലിക്സ് ആണോ? ജാവോ ഫെലിക്സും അല്ല. മറ്റൊരു താരം അവരെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ നമ്മൾ കണ്ടല്ലോ, വിജയിച്ചേറിയേണ്ട ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അൽ നസർ അൽ ഖുലൂദിനെ പരാജയപ്പെടുത്തിയ കളിയിൽ ക്രിസ്ത്യാനോയുടെ വക ഗോളുണ്ടായിരുന്നു. അതേസമയം ഇരട്ട അസിസ്റ്റുകളാണ് ജാവോ ഫെലിക്സ് കൊടുത്തത്. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യൻ പ്രോ ലീഗിലെ ടോപ്പ് സ്കോറർ ഇവാൻ ടോണിയാണ്. അൽ അഹ്ലിയുടെ താരം ഇവാൻ ടോണി 18 ഗോളുകളുമായിട്ട് പ്രോ ലീഗിൻ്റെ ടോപ്പ് സ്കോറർ പട്ടം പിടിച്ചിരിക്കുകയാണ്. രണ്ടാമതാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും അതുപോലെ തന്നെ ഹൂലിയൻ കിനോനസും ഉള്ളത്. അൽ ഖാദിസിയയുടെ ഹുലിയൻ കിനോനസിനും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും 17 വീതം ഗോളുകളാണ്. പിന്നെ അൽ തവൂണിൻ്റെ റോജർ മാർട്ടിനസിന് 14 ഗോളുകളുണ്ട്. ജാവോ ഫെലിക്സിനുള്ളത് 13 ഗോളുകളാണെന്ന് ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ അവിടെ കടുത്ത ടൈറ്റായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോൾഡൻ ബൂട്ടിനും. ഇപ്പോൾ CR7 അല്ല ടോപ്പ് സ്കോറർ. ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ബൂട്ട് സുരക്ഷിതമല്ല, അറ്റ് റിസ്ക് ആണ് എന്നുള്ളത് പറയാതെ വയ്യ. ഏതായാലും കിരീടം കിട്ടുമോ എന്നുള്ളത് ഇനിയും കണ്ടറിയണം. സ്റ്റിൽ അൽ ഹിലാൽ തന്നെയാണ് കുതിച്ചു പാഞ്ഞ് ഒന്നാം സ്ഥാനത്തുള്ളത്. 18 കളി 46 പോയിന്റ്. കഴിഞ്ഞ കളി ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. അത് അൽ നസർ മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അൽ നസർ ഇപ്പോൾ 3 പോയിന്റായിട്ട് ആ ഡിഫറൻസ് മാറ്റിയിട്ടുണ്ട്. 18 കളി 43 പോയിന്റാണ് അൽ നസർ. എന്നാൽ അൽ അഹ്ലി സൗദിയും വിട്ടുകൊടുക്കാതെ തൊട്ട് പിന്നിലുണ്ട്. 18 കളി 43 പോയിന്റ് അവർക്കുമുണ്ട്. സോ സൗദി പ്രോ ലീഗിൽ ഇത്തവണ ഈ കിരീടത്തിനായിട്ടുള്ള പോരാട്ടവും ഫോട്ടോ ഫിനിഷിലേക്കാണ്. ഗോൾഡൻ ബൂട്ടിനായിട്ടുള്ള പോരാട്ടവും ഏതാണ്ട് അതുപോലെ തന്നെ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.